ഈ വീഡിയോ ദയവായിട്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. കാരണം എന്തെന്നാൽ നിങ്ങൾക്ക് കാണാം ഭാരത് ജൻധൻ യോജനയിലൂടെ എല്ലാ പൊതുജനങ്ങൾക്കും 5000 രൂപ വരെ അക്കൗണ്ടിൽ കിട്ടുമെന്നാണ് പറയുന്നത്. ഞാനിത് സ്ക്രാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഞാനിപ്പോൾ ഇത് സ്ക്രാച്ച് ചെയ്യുകയാണ്. 601 രൂപ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് ഫോൺ പേയിലേക്കാണ് പോകുക. ഇനി ഞാനൊരു ഓഡിയോ സന്ദേശം കൂടി നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഞാൻ FTM ഗ്രൂപ്പിന്റെ ഒരു അംഗമാണ്. ഒരു സംശയം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് അയക്കുന്നത്. ഇന്നലെ ഫേസ്ബുക്കിൽ ക്യാഷ് ബാക്ക് കിട്ടും എന്നൊരു ഓഫർ കണ്ടപ്പോ ഞാൻ അതിൽ വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി. അപ്പൊ എന്തോ കേന്ദ്ര സർക്കാരിന്റെ 604 ക്യാഷ് ബാക്ക് കിട്ടും അങ്ങനെല്ലാം കണ്ടപ്പോ ഞാൻ അതിലങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് അവർ പിന്നെ ചോദിച്ച് UPI പിന്നെ അങ്ങനെയൊക്കെ അടിക്കാൻ പറഞ്ഞു. ഞാൻ അതേപോലെ UPI പിന്നൊക്കെ അടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ അക്കൗണ്ടിന്റെ 604 രൂപ അങ്ങോട്ട് പോയി. അതുകൊണ്ട് പിന്നെ അതെന്ത് സംഭവിച്ചു കേട്ടല്ലോ, ക്യാഷ് ബാക്ക് ആണെന്നാണ് പറഞ്ഞത്. അതായത് ഫേസ്ബുക്കിൽ ഇപ്പോൾ ഒരു സ്പോൺസേർഡ് പോസ്റ്റ് കറങ്ങി നടക്കുന്നുണ്ട്. അതായത് ഒരു മാജിക് ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്ററാണ്. അതെല്ലാം ഞാൻ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചു തരാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലൊരു ഫേക്ക് വെബ്സൈറ്റിലേക്കാണ് പോകുക. കേന്ദ്ര സർക്കാരിൻ്റെ പേരിലുള്ള ഫേക്ക് വെബ്സൈറ്റ്. അപ്പോൾ ആദ്യം ഈ തട്ടിപ്പ് എന്താണെന്ന് നിങ്ങളൊന്ന് വീഡിയോയിൽ കാണുക. അതിനുശേഷം ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തരാം. ഇത് അത്തരത്തിൽ ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള ഒരു സ്പോൺസേർഡ് പോസ്റ്റാണ്. നിങ്ങൾക്ക് കാണാം, മാജിക് ബോക്സ് സന്ദർശിക്കൂ, ഒപ്പം 5000 വരെ ക്യാഷ് ബാക്ക് നേടൂ. റിപ്പബ്ലിക് ഡേയ്സ് ക്യാഷ് ബാക്ക് എന്ന് പറയുന്ന ഒരു പേജിൽ നിന്നാണ് ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വെബ്സൈറ്റാണ് ഓണായി കിട്ടുക. ഇവിടെ സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം 604 രൂപ വന്നിട്ടുണ്ട്. ഉടനെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ പേ ഓൺ ആകും. എന്നിട്ട് പേ ചെയ്യേണ്ട ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ എൻ്റെ അതിൽ അക്കൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. സഞ്ജു എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ പൈസ ഇതിലൂടെ പേ ചെയ്ത് കൊടുക്കുകയാണ്. വീട്ടമ്മമാരെയും സാധാരണക്കാരെയും ഒക്കെ പറ്റിക്കാൻ ഇത് ധാരാളമാണ്. ഇതൊക്കെ കണ്ടിട്ട് ഇത് പേ ചെയ്യാനുള്ള ഓപ്ഷൻ അല്ലേ എന്ന് മനസ്സിലാകുന്നില്ലേ എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ചിലപ്പോൾ ഇത് ക്യാഷ് ബാക്ക് കിട്ടാനാണെന്ന് വിചാരിച്ചിട്ട് ആ പേ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും, എന്നിട്ട് UPI പിന്നടിക്കും. നേരത്തെ തന്നെ ആ ഓഡിയോയിൽ നിങ്ങൾ കേട്ടല്ലോ. അതുപോലെ അങ്ങോട്ട് ഈ സഞ്ജു എന്ന് പറയുന്ന ആൾക്ക് അങ്ങോട്ട് ക്യാഷ് അയച്ചു കൊടുക്കും. പിന്നെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുമ്പോഴാണ് അറിയുക ഇത് പേ ചെയ്തിട്ടാണുള്ളതെന്ന്. ഇനി ഈ സ്പോൺസർഡ് പോസ്റ്റ് ചെയ്തിട്ടുള്ള പേജിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് കാണിച്ചു തരാം. ഈ പേജ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാം ആകെ 2 ലൈക്കും ഫോളോവേഴ്സൊക്കെ ഉള്ളൂ. പുതിയൊരു പേജാണ്. അതായത് ഇത്തരം സ്പോൺസർഡ് പോസ്റ്റ് മാത്രം ചെയ്യാനുള്ള പേജ്. മറ്റൊരു പോസ്റ്റർ കൂടിയുണ്ട്, അത് വേറെ ഏതോ ഭാഷയിലാണ്. അത് സ്പോൺസർഡ് ചെയ്തിട്ടില്ല അവർ. ഇങ്ങനെ ആളെ പറ്റിക്കലാണ് പരിപാടി. അപ്പോൾ പലരും ഇതിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കേന്ദ്ര സർക്കാരിൻ്റെ പേരിൽ ഒരു ഫേക്ക് വെബ്സൈറ്റ് തുടങ്ങിയിട്ട് ഇതിൻ്റെ ഡൊമൈനും ഡീറ്റെയിൽസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, നമ്മളിതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സഞ്ജു എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടിലേക്കാണ് ക്യാഷ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇത്തരം തട്ടിപ്പുകളിലൊന്നും വീഴാറില്ല. അതുകൊണ്ട് ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിഞ്ഞു മാറരുത്. കാരണം ഒരുപാട് പാവങ്ങൾ, ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും അറിവില്ലാത്ത ഒരുപാട് ആൾക്കാർ നമുക്കിടയിലുണ്ട്. നമുക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ട് നിൽക്കാതെ ദയവായിട്ട് ഇത് ഷെയർ ചെയ്യണം. അതുകൊണ്ട് 2 പ്രയോജനമുണ്ട്. ഒന്ന്, ഇത്തരം തട്ടിപ്പുകളിൽ ആൾക്കാർ വീഴില്ല. എത്ര തന്നെ പറഞ്ഞാലും വീണ്ടും വീണ്ടും ഇത്തരം തട്ടിപ്പുകളിൽ പോയിട്ട് ചാടുകയാണ്. ഇത് ഷെയർ ചെയ്യുന്നത് കൊണ്ടുള്ള രണ്ടാമത്തെ പ്രയോജനം എന്തെന്നാൽ ഈ അധികാരികളുടെ കയ്യിൽ, നമ്മുടെ സൈബർ സെല്ലിലൊക്കെ ഈ വിവരം എത്തും. ഇപ്പോൾ എൻ്റെ വീഡിയോ അവരും കാണാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ പേരിൽ ഈ വ്യാജ വെബ്സൈറ്റ് തുടങ്ങിയിട്ട് ഒരുപാട് സാധുക്കളെ ഇവർ ഇതിലൂടെ പറ്റിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഈ തട്ടിപ്പിൽ നാളെ ഇരയാകാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഫോൺ പേയും ഗൂഗിൾ പേയും ഒക്കെ ഓപ്പൺ ആക്കിയിട്ട് ഇത് പേ ചെയ്യാനാണോ പറയുന്നത്, അല്ല അവർക്ക് ഇതിൻ്റെ പൈസ ഇങ്ങോട്ട് കിട്ടുന്നതാണോ ഒന്നും തിരിച്ചറിയാതെ ചിലപ്പോൾ അവർ UPI പിന്നൊക്കെ ഇപ്പോൾ അടിച്ചതുപോലെ UPI പിന്നൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായിട്ട് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.